2023 മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും നല്ല മാധ്യമ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ സരിജ സ്റ്റീഫൻസൺ മോസസ് എന്ന വനിതയെ കരിവാരി തേക്കാനുള്ള ദുഷ്ടചിന്തയോടുകൂടി രാധാകൃഷ്ണൻ എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അശ്ലീല വാക്കുകൾ പറഞ്ഞെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. 2023 കൊടുത്ത ഈ കേസിൽ തിരുവനന്തപുരം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് കേസ് എടുത്തത്. അതേസമയം നടി ഹണി റോസ് ഒരു കേസ് കൊടുത്തപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസ് ഇട്ടു. പലരെയും അറസ്റ്റ് ചെയ്തു. ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇട്ടു എന്ന് പറഞ്ഞ് ഹണി റോസ് തന്നെ കൊടുത്ത കേസിലാണ് ഈ കുറ്റം ചെയ്തവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? രണ്ടുപേർ ഒരു സ്ത്രീയെ അപമാനിക്കാൻ വീഡിയോ എടുത്ത് അത് വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കാണിക്കുക. ഇവരെക്കുറിച്ച് ലൈംഗിക ചുവയുള്ള വൃത്തികെട്ട വാക്കുകൾ ഇവർ രണ്ടുപേരും പറയുന്നു. പേരും ഫോട്ടോയും കാണിക്കുന്ന ഈ വീഡിയോ സഹിതം തെളിവായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ആ പോലീസുകാർ കേസ് നിസ്സാരമായി കണ്ട് ആളെ അറസ്റ്റ് ചെയ്തില്ല. മറുവശത്ത് ഹണി റോസിന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റ് മാത്രം നോക്കി പോലീസുകാർ അവരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നു. അതും ദിവസങ്ങൾക്കുള്ളിൽ. അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു എന്ന് പറഞ്ഞ് നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന് എതിരെ കേസ് കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് സരിജയുടെ കേസ് നിസ്സാരമായി കണ്ട് എഫ്ഐആർ ഇട്ടത്? ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചത് അശ്ലീല ചുവയുള്ള വാക്കുകളാണ്. ഇവിടെ അശ്ലീല ചുവയല്ല, അശ്ലീലം മാത്രമായി പറഞ്ഞ് ഇട്ട ഒരു തെളിവുമായി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ കാട്ടാക്കട പോലീസ് ഇത് നിസ്സാര കേസാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇവിടെയാണ് പോലീസിന്റെ ഇരട്ട നീതി ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ വേശ്യേക്കാൾ മോശമായി ചിത്രീകരിച്ച് പറഞ്ഞ വീഡിയോ കണ്ടിട്ടും എഫ്ഐആർ തയ്യാറാക്കിയ പോലീസുകാർ അത് നിസ്സാര കേസ് ആക്കി മാറ്റി. ബോബി ചെമ്മണ്ണൂരിന് എതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത പോലീസുകാർ തന്നെയാണോ ഇത് ചെയ്യുന്നത്? രണ്ടുപേർക്ക് രണ്ട് നീതിയാണോ ഇന്ത്യൻ ശിക്ഷാ നിയമം? ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഈ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? പോലീസുകാർ ഒരേ കേസിൽ രണ്ട് നീതിയാണോ നടപ്പിലാക്കുന്നത്? അതോ പ്രതിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി എല്ലാ പോലീസുകാരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എഫ്ഐആർ തയ്യാറാക്കുന്നതാണോ? ഹണി റോസ് ഒരു നടിയും മോഡലും ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാം എന്നാണോ? സരിജ എന്ന വനിത നടിയും മോഡലും ഒന്നുമല്ലെങ്കിലും ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ്. മനുഷ്യ അവകാശ പ്രവർത്തനങ്ങൾ ചെയ്ത് ആദരവുകൾ ധാരാളം കിട്ടിയിട്ടുള്ള ഇവരെ കരുതിക്കുട്ടി ആക്രമിക്കുന്നതാണെന്നാണ് നമ്മൾ കാണുന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് അന്വേഷണം പോയിട്ട് ഒരു ചുക്കും നടന്നില്ല. ഇവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമമാണോ പോലീസുകാരുടെ നിയമമാണോ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നത്? നിയമം ഒരു വഴിക്കും പോലീസുകാർ വേറൊരു വഴിയിലൂടെയും. അതുകൊണ്ടാണല്ലോ സമൂഹത്തിലെ കള്ളവും ചതിക്കും കൂട്ടുനിൽക്കാത്ത ഒരു പാവം സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അതിൽ പോലീസുകാർ ചെയ്യേണ്ട നിയമപരമായ ഒരന്വേഷണവും നടത്താതെ ആത്മഹത്യ തന്നെയാണെന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ടപ്പോൾ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു കേരളീയ വനിതയ്ക്ക് കോടതികൾ തോറും കരഞ്ഞിയ കണ്ണുകളും മനസ്സുമായി അലഞ്ഞു നടക്കേണ്ടി വരുന്നത്. അതാണ് ഇവിടെ ഈ കേരളത്തിൽ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് സരിജ സ്റ്റീഫൻസൺ മോസസ്. ഈ യുവതിക്ക് രാധാകൃഷ്ണൻ എന്ന കപട യൂട്യൂബറിൽ നിന്നും വിവാഹബന്ധം വേർപിരിഞ്ഞ ഭർത്താവിൽ നിന്നും ഉണ്ടായത്. ഇത് കാണിച്ച് തെളിവുകൾ സഹിതം പോലീസിൽ കൊടുത്ത പരാതിയിൽ പോലീസുകാർ നിയമം അനുസരിച്ച് കേസ് എടുക്കുന്നില്ല. അപ്പോൾ നേരത്തെ ഒരു പോലീസുകാരൻ ഒരു പൗരനോട് പറഞ്ഞത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ എഴുതി കൊടുക്കുന്നതാണ് എഫ്ഐആർ, അല്ലാതെ നിങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾക്ക് ഏത് കള്ളത്തരം വേണമെങ്കിലും എഫ്ഐആറിൽ എഴുതി ചേർക്കാം. ഞങ്ങൾ പറയുന്നതാണ് നിയമം. അതിന് പരാതിക്കാരുടെ സപ്പോർട്ട് ഒന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ഒരു പോലീസുകാരൻ പറയുമ്പോൾ
അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ പരാതിയുമായി വരുന്ന ഒരു സാധാരണ പൗരനോട് പോലീസുകാർ കാണിക്കുന്ന അടിമബോധത്തിന്റെ അഹംഭാവം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കാണാം എന്നതിന്റെ തെളിവാണ് സരിജയുടെ ഈ കേസ്. പോലീസുകാരുടെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെല്ലാം ഒരു പരാതിക്കാരിയുടെ കണ്ണുനീർ അല്ലെങ്കിൽ ഒരു പരാതിക്കാരന്റെ കണ്ണുനീർ വീഴാത്ത ഒരു ദിവസം പോലുമില്ല. നിയമം കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ഇത്തരം പോലീസുകാരെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മന്ത്രിമാരുടെ കാറിന് പുറകെ ഓടാനും അവരെ സല്യൂട്ട് അടിക്കാനും വീടിന് കാവൽ നിൽക്കാനും സമയം തികയാത്ത ഇവർക്ക് എങ്ങനെ നീതിപാലകർ ആവാൻ കഴിയും? ഇവിടെ രാധാകൃഷ്ണൻ ഇതുപോലെയുള്ള പല തട്ടിപ്പുകളും നടത്തിയിട്ടും അതിൽ അനേകം ആളുകൾ പരാതി നൽകിയിട്ടും ഇതുവരെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണമെന്ത്? ജീമോൻ കല്ലുപുരയ്ക്കലിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടും എങ്ങുമെത്താൻ ഈ പോലീസിന് കഴിഞ്ഞില്ല. സമൂഹത്തിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പോലീസ് ഒരു പൗരന്റെ നിയമപരമായ സംരക്ഷണത്തെ തട്ടിക്കളിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി MLA കേസിലും പ്രതി ആയിട്ടുള്ള ഈ രാധാകൃഷ്ണനെ പോലീസ് സംരക്ഷിക്കാൻ നോക്കുന്നത് സമൂഹത്തിൽ നാശങ്ങൾ വിതയ്ക്കുന്നവരെ വളമിട്ട് വളർത്തിക്കൊണ്ട് വരികയേ ചെയ്യുകയുള്ളൂ. തിരുവനന്തപുരം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ 2023 ജൂലൈ മാസത്തിൽ സരിജയുടെ പരാതിയിൽ FIR ഇട്ടത് സാര വകുപ്പുകൾ ചേർത്താണ്. അതായത് ഒരു പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ ലൈംഗിക ചുവയുള്ള വാക്കുകളിൽ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചാൽ വലിയ കേസൊന്നുമില്ല എന്നാണ് കാട്ടാക്കട പോലീസുകാർ പറയുന്നത് എന്ന് തോന്നുന്നു. അതേസമയം അതേ വിഷയത്തിൽ ഹണി റോസിനെ അധിക്ഷേപിച്ചവർക്ക് വലിയ കേസും അറസ്റ്റും. ഈ വിഷയമാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഒരേ കുറ്റകൃത്യം 2 ആളുകൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് വലിയ കേസില്ല, മറ്റൊരാൾക്ക് ജാമ്യമില്ലാത്ത കേസും വരും. ഇതാണോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? അല്ല, പിന്നെ ആരാണ് ഈ നിയമങ്ങൾ പണം വാങ്ങിച്ചും രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചും മാറ്റുന്നത്? പോലീസുകാർ തന്നെ. പോലീസുകാർക്ക് നിയമം അറിയില്ലാത്തത് കൊണ്ടാണോ? അല്ല, പിന്നെ ഇങ്ങനെ എല്ലായിടത്തും എപ്പോഴും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീക്ക് നിയമം അനുസരിച്ചുള്ള പരിരക്ഷ കിട്ടുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. എത്ര ആഭാസകരമായ വാക്കുകളാണ് ഒരു സ്ത്രീയെക്കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴല്ലേ പഠിക്കൂ. അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കേരള ഭരണകൂടത്തിന് കഴിവില്ല എന്ന് തന്നെ പറയാം.